ഞാനൊരു ഷെഡ് ഇവിടെ പണിത് വെച്ചിട്ട് അതൊരു മാസം ഒരു 5,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ റെൻറ്റിനോട് എങ്ങനെ ഉണ്ടാവും. ആ ഒരു സംഭവമാണ് ഇവിടെ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അപ്പോൾ കാക്കനാട് റൂട്ടിൽ മെട്രോയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ പലരും ഈ പൈപ്പ് ലൈൻ റോഡ് ആശ്രയിച്ചാണ് പല സ്ഥലത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഈ സ്ലാബിൽ ഇതിരിക്കുന്നതുകൊണ്ട് അറ്റ് എ ടൈമിൽ ഒറ്റ സൈഡിൽ നിന്നുള്ള വണ്ടിയെ പോകാൻ പറ്റില്ല, അപ്പുറത്തെ വണ്ടി പോകാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ നിർത്തി കൊടുത്താലേ അറിയാമല്ലോ, ക്ഷമയുടെ കാര്യങ്ങൾ അറിയാമല്ലോ, വണ്ടി നിർത്തി കൊടുക്കുന്നവർക്ക് എന്താ കിട്ടണമെന്ന്. പിന്നെ ബൈക്കുകാർ കുത്തിക്കയറ്റി വരുന്നത് വേറെ. അപ്പോൾ അത്രയും ബ്ലോക്കാണ്. അപ്പം ഞാൻ പറയണത് ഒന്നില്ലെങ്കിൽ ആ സ്ലാബ് പിടിച്ച് മാറ്റിയിട്ട് നിങ്ങൾ ഈ മെട്രോയുടെ പണിയൊക്കെ നടക്കണം, ഒന്നില്ലെങ്കിൽ അവരെ ഫ്രീ ആയിട്ട് വിടുക. ഇല്ലാത്ത പക്ഷേ ക്രോസ് ബാർ വെച്ചിട്ട് ഇപ്പോൾ വലിയ വണ്ടികൾ ഒഴിവാക്കി കാറുകൾ മാത്രമാണെങ്കിൽ കാറുകൾ പോണ രീതിയിലാക്കുക. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളം പൈപ്പ് ലൈൻ റോഡിലാണ്. പൈപ്പ് ലൈൻ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളം കല്ലൂർ സ്റ്റേഡിയം ഉണ്ടല്ലോ, അതിൻ്റെ പുറകു തൊട്ട് അങ്ങ് അറ്റം കുസാറ്റ് വരെ ഏകദേശം നിങ്ങൾക്ക് എറണാകുളത്തുള്ളവർക്ക് മനസ്സിലാവും പൈപ്പ് ലൈൻ റോഡ് ഏതാണെന്ന് വെച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഞാനൊന്ന് വ്യക്തമാക്കി തന്നാണ്. ഞാനിപ്പോൾ ഇവിടെ പൈപ്പ് ലൈൻ റോഡിൽ നിൽക്കണത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മരിയ പാർക്ക്, അതായത് പാടിയോട്ടം മരിയ പാർക്കിൻ്റെയും കെന്നഡി മുക്ക് ജംഗ്ഷൻ്റെ നടുക്കായിട്ടുള്ള പാലത്തിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഈ ബോർഡും കാണിച്ചാൽ അതിന് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഒരു 3 മാസങ്ങൾക്ക് മുന്നേ എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ട് തന്നെ വിട്ട് കളയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെയൊക്കെ നിങ്ങളൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും, വലിയ വണ്ടികൾ പോകാൻ പാടില്ല പൈപ്പ് ലൈൻ റോഡായതുകൊണ്ട് തന്നെ. കാരണം അടിക്കൂടി പൈപ്പ് പോയേക്കണതുകൊണ്ടും ഈ പൈപ്പ് ലൈൻ റോഡ് വഴി ചെറിയ വണ്ടികളെ പോകാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമമുള്ളതാണ്. അപ്പോൾ ആ വലിയ വണ്ടികൾ കയറാണ്ടിരിക്കാനുള്ളൊരു പോസ്റ്റ് പല സ്ഥലത്തും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വെച്ച പോലെ തന്നെ പല ആൾക്കാരും അവരവരുടെ ഇഷ്ടം നോക്കിയിട്ട് വണ്ടി ഇടിപ്പിച്ചോ ഒക്കെ ആയിട്ട് കളഞ്ഞിട്ടുണ്ട് ആ പോസ്റ്റ്. നിങ്ങൾക്ക് ഇതിലേ പോകണവർക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ അന്ന് ആ വീഡിയോ എനിക്ക് കണ്ടന്റ് തോന്നിയിട്ട് ഞാൻ ഇടാഞ്ഞ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സംസ്കാര ജംഗ്ഷനൊക്കെ ഉണ്ട് തമ്മന സൈഡ് പൈപ്പ് ലൈൻ റോഡ്, അതിൽ അവിടെയൊക്കെ ഈ പോസ്റ്റ് രണ്ടാമത് ഇപ്പോൾ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാനോടത്ത് എങ്കിൽ പിന്നെ ഇടണ്ട, അവർ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടല്ലോ എന്നോർത്ത് തന്നെ വിട്ട് കളഞ്ഞാൽ. പക്ഷേ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ, അവിടെയൊക്കെ പോസ്റ്റ് ഇട്ടിട്ട് ഇപ്പോൾ ഒരു 1.5 മാസമായിരുന്നതാണ് ഇങ്ങോട്ട് ഇടണില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരണം. അത് ഓൾറെഡി ഇപ്പോൾ ഈ അടുത്ത വാർത്തകളിൽ വന്നു. അത് മാത്രമല്ല നമ്മളുടെ ഈ കണ്ടന്റിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പാലം, അതായത് ഈ പാടിവട്ടം മരിയ പാർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആ പാലരട്ട സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ കാണുന്നൊരു പാലം, ഇത് പണ്ട് കുമ്മായം വെച്ച് പണിതാണെന്നൊക്കെ പറയണ്ട. അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടെ, ഇവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞാണ് എന്നോട്. അപ്പോൾ അവരെയൊക്കെ നിർത്തിയിട്ടാണ് ഞാൻ അന്നൊരു വീഡിയോ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു പാലത്തിലുണ്ടാവണം ബ്ലോക്ക് രാത്രി കാലങ്ങളിൽ ഭയങ്കര കുരുക്കാണ് ഇവിടെ വണ്ടികൾ. അപ്പം ഞാൻ അന്ന് ചെയ്യാൻ പോയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അത് അന്ന് ആദ്യം പറയാം. അതായത് ഇതിലെ വലിയ വണ്ടികളും എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പല സ്ഥലത്തും ഞാൻ കാണിച്ചു തരാം, ഇങ്ങനെ കോൺക്രീറ്റ് കട്ടകൾ വെച്ചിട്ടുണ്ട്, കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ വണ്ടികൾ കയറാണ്ടിരിക്കാൻ. അപ്പോൾ ഇതിങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് രാത്രി കുരുക്കിപ്പെട്ട് എപ്പോഴും കിടപ്പാണ്. അപ്പോൾ എന്നാൽ മറ്റുള്ള സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ഗോഡൗണും വലിയ വലിയ ലോറികളും മറ്റുള്ളതൊക്കെ കയറാൻ വേണ്ടി ആ പോസ്റ്റൊക്കെ ഇടിച്ച് കളയുകയും ചെയ്ത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിയമം എല്ലാവർക്കും ഒരേപോലെ ആക്കുക. ഇല്ലാത്ത പക്ഷം ഈ സ്ലാബ് ഇടിച്ച് കളഞ്ഞിട്ട് ഈ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കണം എന്തിനാണെന്ന് ചോദിക്കാൻ വേണ്ടി അന്ന് ഞാൻ വീഡിയോ ചെയ്യാനിരുന്നത്. ഇന്നിപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്കൊന്ന് ആദ്യം നമ്മുടെ കുസാറ്റ് തൊട്ട് പാലാരോട്ടും വരെയുള്ള സൈഡൊന്നും നമുക്ക് പോയിട്ട് വരാം. പിന്നെ ആ സംസ്കാര ജംഗ്ഷനിലെ ആ പോസ്റ്റ് ഇപ്പോൾ പുതിയതായിട്ട് വെച്ചേക്കണത്, ഈ 1.5 മാസം മുമ്പ് വെച്ചേക്കണമെന്ന് കാണിച്ചു തരാം. പക്ഷെ അതെന്തുകൊണ്ട് ഈ പാലാരോട്ടം പാലത്തിൻ്റെ ഇപ്പുറത്തേക്ക്, അതായത് തൃക്കാക്കര സൈഡിലേക്കുള്ള സൈഡുകളിൽ വെക്കണില്ല? അത് ആരെയൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇതൊക്കെയാണെന്ന് ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും നിയമം വരുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇരിക്കണം. ഇല്ലാത്ത പക്ഷം മറ്റേ തിരിച്ചും ചെയ്ത് കൊടുക്കുക, അതെനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ പോസ്റ്റിംഗ് കൂടെ ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം കൂടിയാണ് ഇതിൻ്റെ ഇടയിൽ പറയുന്നത്, ഈ പൈപ്പ് ലൈൻ റോഡിൽ തന്നെ പല സ്ഥലങ്ങളിലും ഒരു ഷെഡ് കെട്ടിയിട്ട് ഇങ്ങനെ കട, മറ്റേ ഷീറ്റ് കെട്ടിയിട്ട് കട സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് കൊറോണ ടൈമിൽ റെൻറ്റിന് കൊടുത്തേക്കണം എനിക്കറിയാം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ അനധികൃതമായിട്ട് റോഡ് സൈഡിൽ കട പോലെയൊക്കെ ഷെഡ് കെട്ടി വെച്ചിട്ട് ഈ റെൻറ്റിന് കൊടുക്കണത് ആരായിക്കോട്ടെ, എനിക്കത് എന്നോട് പറഞ്ഞൊരു അറിവാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായി. അപ്പോൾ ആരായിക്കോട്ടെ, അതും കൂടി ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ വാർത്തയിൽ ഈ റോഡിനെ കുറിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് അതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും പിടിച്ച് വാങ്ങണം തിരിച്ച് ഗവൺമെൻറ്. എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അന്യായമല്ലേ കാണിക്കണം. ഈ റോഡ് സൈഡിലൊരു കട സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് വേറെ ആൾക്ക് റെൻറ്റിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അതായത് അവൻ്റെ പ്രോപ്പർട്ടിയിലല്ല, ഈ പബ്ലിക് പ്രോപ്പർട്ടി കൊണ്ടുവന്നിട്ട് ഇത് വെച്ചിട്ട് അവൻ റെൻറ്റിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെറ്റത്തരമാണ്. അപ്പോൾ അതൊക്കെ അതും കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. അതും കൂടി നിങ്ങൾ അന്വേഷിക്കണം, അങ്ങനെ ആരെങ്കിലും ചെയ്യണമെങ്കിൽ. അതുപോലെ തന്നെ ഇങ്ങനെ ആരെങ്കിലും ഇതിന് മുന്നേ റെൻറ്റിന് എടുത്തിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ വിളിക്കുക. ഞാൻ തീർച്ചയായിട്ടും ആളെയും കാണിച്ചു തരിക. പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ റെഡിയാണ്. അത് കാരണം അങ്ങനെ ചെയ്യണത് എന്ത് ചെറ്റത്തരോടൊന്നും ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ആ കുസാറ്റ് തൊട്ട് പാലഘട്ടം വരെയുള്ളതെന്ന് ഇത് കാണിച്ചു തരാം. അവിടെ പോസ്റ്റും ഇല്ല, പല ഗോഡൗണും മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് വെക്കുക, ഇല്ലാത്ത പക്ഷേ എല്ലാവർക്കും തുറന്നെടുക്കുക. വെറുതെ ഈ രാത്രി ഇവിടുത്തെ ഒരു വിഷ്വലും ഞാൻ കാണിച്ചു തരാം, ബ്ലോക്കായിരിക്കും. അപ്പോൾ ഈ നാട്ടുകാരെ എന്തിനും ബുദ്ധിമുട്ടിക്കണം. ഒന്നില്ലെങ്കിൽ അത് മുഴുവനായിട്ട് തുറന്നു കൊടുക്കുക, ഇല്ലാത്ത പക്ഷം പൈപ്പ് ലൈൻ റോഡാണെന്നുള്ള നിങ്ങളുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അത് ക്ലീനായിട്ട് കൊണ്ടുപോകുക. കാരണം വെച്ചു 1 മാസം കഴിഞ്ഞിട്ട് ഇടിച്ച് പൊളിച്ച് കളയുക, അങ്ങനെയല്ലല്ലോ അത് ചെയ്യേണ്ടത്. ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കുസാറ്റ് തൊട്ട് പാലഘട്ടം വരെയുള്ള ഒരു ഏരിയ ഒന്ന് കണ്ടിട്ട് വരാം. വാ.
ആ കാണാനാണ് നമ്മുടെ തൃക്കാക്കര ജംഗ്ഷൻ. കുസാറ്റ് എത്തിയിട്ടില്ല, തൃക്കാക്കര ജംഗ്ഷൻ. നമുക്ക് കുസാറ്റിലേക്ക് പോകണ്ട, കുസാറ്റിൽ നിന്ന് തന്നെ വഴിവാണത്. ഇപ്പോൾ ഇവിടെ കയറാണ്ടിരിക്കാനുള്ള പോസ്റ്റിൽ ഒരു ഇൻഡു ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നോക്കി, ഈ സെയിം പോസ്റ്റ് അപ്പുറത്ത് കൊണ്ടായിരുന്നു, കാണില്ല. കണ്ടോ? വീട് നമുക്കൊന്ന് പാലരട്ടം വരെ ഒന്ന് പോയി നോക്കാം. ആദ്യം തൃക്കാക്കര ജംഗ്ഷൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് തൃക്കാക്കര ജംഗ്ഷൻ ഒന്ന് കാണാം. ആ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കാക്കനാട് ഏരിയയിൽ നിന്ന് വണ്ടി വന്നാണ് കാണുന്നത്. നമ്മളിപ്പോൾ അപ്പുറത്താണ് കാണിച്ചത്, കുസാറ്റിൻ്റെ ഏരിയ. പിന്നെ ഇത് എടപ്പള്ളിക്ക് പോണത്. പിന്നെ ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടുള്ളൊരു വഴിയാണ് കിടക്കുന്നത്, ഈ പൈപ്പ് ലൈൻ റോഡ്, പാലാരോട്ടം ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടുള്ള. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ജംഗ്ഷൻ്റെ തൊട്ട് പറ്റുന്നത് ഇപ്പോൾ ആ വൈറ്റ് കാർ പോണ ഭാഗത്തായിട്ട് ഈ പറഞ്ഞ പോലെ വണ്ടികൾ, വലിയ വണ്ടികൾ കയറാതിരിക്കാനുള്ള പോസ്റ്റുകൾ അവിടെയും ഉണ്ടായിരുന്നതാണ്. അത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ, നോക്കിക്കോട്ടെ. നമ്മളിപ്പോൾ അപ്പുറത്ത് നേരത്തെ ഞാൻ കാണിച്ചിരുന്നു കുസാറ്റിൻ്റെ ഭാഗത്ത്, ശേഷം ഓപ്പോസിറ്റ് സൈഡ് പാലാരോട്ട സൈഡിലേക്ക് പോകണത് അവിടെയും ഈ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. നോക്കിയാൽ ഇവിടെയും ഇല്ല. ഈ വണ്ടികൾ ഇടിച്ചും അല്ലെങ്കിൽ മുറിച്ചൊക്കെ കളഞ്ഞെന്നുള്ള രീതിയിലാണ് പണ്ട് തൊട്ട് ഇവിടെ ഈ സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പോണത് അടുത്ത ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ RSS ജംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ RSS മുക്ക് എന്ന് പറയും. അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ അതിന് മുന്നേ ഉണ്ട് കേട്ടോ, തോപ്പിൽ ജംഗ്ഷൻ ഉണ്ട്, സോറി, തോപ്പിൽ ജംഗ്ഷനിലും ഈ പറഞ്ഞ ഈ വണ്ടികൾ കയറാണ്ടിരിക്കാനുള്ള പോസ്റ്റ് ഉണ്ടായിരുന്നതാണ്. ആ ഒരു പോർഷനിലേക്കാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ മൊത്തത്തിൽ കാണിക്കണതിന് നിങ്ങൾക്കൊരു സംശയം വരാതിരിക്കാനാണ്. കാരണം അവിടെ തൊട്ട് ഇവിടം വരെ കാണിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ തോപ്പിൽ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ ഈ ഇപ്പുറത്തെ സൈഡിലും ഈ ജംഗ്ഷൻ്റെ അപ്പുറത്തെ സൈഡിലും ഈ പോസ്റ്റുകൾ ഉണ്ടായിരുന്നതാണ്. അവിടെ ഒന്നും കാണുന്നില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല കേട്ടോ. കണ്ട, ഇതാണ് തോപ്പിൽ ജംഗ്ഷൻ. ഈ ജംഗ്ഷൻ കഴിയുമ്പോൾ തന്നെയാണ് തോപ്പിൽ ചർച്ച് ഇരിക്കണം, ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കണം ലെഫ്റ്റ് സൈഡിൽ. ഇനിയുള്ളത് തൊട്ടപ്പുറത്ത് ഈ പള്ളി കഴിയുമ്പോൾ തന്നെ RSS മുക്കുണ്ട്, അവിടെയും ഈ പറഞ്ഞ പോസ്റ്റുകൾ ഉണ്ടായിരുന്നതാണ്. അത് മറ്റു വഴികൾ വന്ന് കണക്റ്റ് ആവണം എല്ലായിടത്തും അപ്പുറം ഇപ്പുറമായിട്ട് പോസ്റ്റുകൾ വെച്ചിരുന്നതാണ്. ആ പോസ്റ്റ് ഒന്നും ഇപ്പോൾ എന്താണ് കാണില്ല, അതെങ്ങാട് പോയി എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെയും കണ്ടില്ല. ഇതാണ് RSS മുക്ക് കഴിഞ്ഞു. ഇനിയുള്ളത് കെന്നഡി മുക്കാണ്, വലിയൊരു ജംഗ്ഷൻ വന്നത് കെന്നഡി മുക്കാണ്. അവിടത്തെ ഞാൻ കാഴ്ചകളെ കാണിച്ചില്ല. അവിടെയും ഈ പറഞ്ഞ പോസ്റ്റ് ഉണ്ടായിരുന്നതാണ്, കാണുന്നില്ല. പിന്നെ ഈ കെന്നഡി മുക്കിൻ്റെ അപ്പുറത്തെ സൈഡിൽ അത് ഞാൻ പറയാൻ കേട്ടോ, അപ്പുറത്താണ് ഈ സ്ലാബ് 2 ഉള്ളത്. വേറെ എങ്ങും ഇപ്പോൾ 2 സ്ലാബുകളില്ല. അപ്പം ഞാൻ ആ സ്ലാബും കൂടി എടുത്ത് ഒഴിവാക്കിയിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാണ്ട് ചെയ്ത് കൊടുക്കാൻ പാടില്ല, ബ്ലോക്ക് ഒഴിവാകില്ല എന്നുള്ള രീതിയിലാണ് പണ്ട് വീഡിയോ ചെയ്യാനിരുന്നത് വെച്ചത്. അതാണ് ചെയ്യാണ്ടിരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ കെന്നഡി മുക്ക് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതെ, ഇവിടെയും നോക്കി, നമ്മളെ കണ്ടപ്പോൾ അതെ നമ്മളോടുള്ള സ്നേഹം കൂടുതലുള്ളവരൊക്കെ എത്തിയിട്ടുണ്ട്. മൃഗസ്നേഹികളെ കാണുമ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് നോക്കിക്കോട്ടെ, ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. ഇവിടെ പോസ്റ്റ് ഉണ്ടെന്നല്ല, പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നോക്കി, ഇവിടെയും ഇല്ല കേട്ടോ, ഇതും മിസ്സിങ് ആണ്. ഇനി നേരെ ഓപ്പോസിറ്റ് പൈപ്പ് ലൈൻ റോഡ് വീണ്ടും പാലാരോട്ടം ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് കിടക്കണതാണ്. അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനൊന്ന് ജംഗ്ഷൻ ഒന്ന് ഓടിച്ചിട്ട് ഞാൻ കാണിച്ചാണ്, നിങ്ങൾക്ക് സംശയം വരാതിരിക്കാനായിട്ട്. ഇത് ഈ പൈപ്പ് ലൈൻ റോഡ് ഇങ്ങനെ പോകണുണ്ട് പാലാരോട്ടം ബ്രിഡ്ജ് വരെ. അത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് വേറെയും ഉണ്ട്. അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കെന്നഡി മുക്ക് ജംഗ്ഷൻ കണ്ടല്ലേ, നമ്മൾ അവിടെ നിന്നാണ് വന്നത്. കുസാറ്റിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നു ഓപ്പോസിറ്റുള്ള വഴി അങ്ങോട്ടുള്ള എടപ്പള്ളി. പിന്നെ ഇവിടെ നിന്ന് ഒരു ലെഫ്റ്റ് കിടക്കേണ്ടത് നമ്മുടെ കാക്കനാട് ചെമ്പുമുക്ക് ഭാഗത്തേക്ക് പോകുന്ന വഴിയാണത്, പാറക്കാട് ടെമ്പിൾ റോഡ്. ഇനിയിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകണം ഈ പൈപ്പ് ലൈൻ റോഡ് പോയേക്കണേ ഈ പാടിയോട്ടം മരിയ പാർക്കിൻ്റെ മുന്നിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ഏരിയയാണ്. ഒരൊറ്റ പോസ്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്, അത് ആ സ്ലാബ് കൊണ്ടിട്ടാ. ഇവിടെ 2 സ്ഥലത്ത് ഇങ്ങനെ സ്ലാബ് ഉള്ളത്. ഈ ലെഫ്റ്റ് സൈഡിൽ സ്ലാബ് ഉണ്ട്, അപ്പുറത്തൊന്നും സ്ലാബില്ല കേട്ടോ, അത് എന്തോ നീക്കിയിട്ടേക്കണേണ് കണ്ട. അപ്പോൾ ഇവിടെ അപ്പോഴും ഒരു ചെറിയ ബ്ലോക്ക് വരും, കാരണം 2 കാർ മര്യാദക്ക് പോകില്ല ആ സ്ലാബ് ഒരു സൈഡിൽ സ്ലാബ് ഇരിക്കണോണ്ട് തന്നെ. അപ്പോൾ ഇതും നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്ത സ്ലാബുകളുള്ളൂ, എന്നാൽ അത് മാറ്റി കൊടുത്തിട്ട് ബ്ലോക്ക് ഒഴിവാക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യാനിരുന്ന് വെച്ചത്. കാരണം അവിടെ മാത്രം വെക്കേണ്ടാവില്ലല്ലോ. അതെ, ഇവിടെയും ഈ പറഞ്ഞ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു, കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ പാലാരോട്ടം ബ്രിഡ്ജ് വരെയും പോകണേണ്, അവിടെ അങ്ങോട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് കെന്നഡി മുക്ക് ജംഗ്ഷനിൽ 2 സൈഡിൽ സ്ലാബ്, അതിലൊരു സൈഡ് സ്ലാബുള്ളൂ, ഒരു സൈഡിലില്ല. ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ആ ഏരിയയിലേക്ക് തന്നെയാണ്. അതായത് കെന്നഡി മുക്കിൻ്റെ മരിയ പാർക്കിൻ്റെ നടുക്കുള്ള ഒരു കുമ്മായം കൊണ്ടൊക്കെ പണിത പാലോടെന്നാണ് എൻ്റെ നാട്ടുകാർ പറഞ്ഞത്. ആദ്യം ആ ഭാഗത്തിന് 2 സ്ലാബ് ഇരിക്കണുണ്ടല്ലോ അല്ലേ. ഈ 2 സ്ഥലത്തേ ഉള്ളൂ ഈ റോഡുകളിൽ ഇങ്ങനെ സ്ലാബ് ഇരിക്കണം. അപ്പോൾ എന്തിനാണത് ബുദ്ധിമുട്ടിക്കണത്? ഇതാണ് ആ പാലം ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തിനാണ് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണമെങ്കിൽ ആ സ്ലാബ് കൂടി മാറ്റി കൊടുത്ത ആൾക്കാർ ഫ്രീ ആയിട്ട് പോകല്ല എന്നുള്ള രീതിയിലാണ് അന്ന് ഞാൻ വീഡിയോ ചെയ്യാനിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് തോന്നി. പിന്നെ അന്ന് ഞാൻ ചെയ്യാഞ്ഞതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തൊക്കെ പോസ്റ്റ് വന്ന് നമ്മൾ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. ഇനി അത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങോട്ട് ലേറ്റ് ആവണമെന്ന് നമുക്കറിയില്ല കേട്ടോ. എന്തായാലും കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലോട്ട് എത്തണം, അല്ലെങ്കിൽ അധികാരികളുടെ മുന്നിലോട്ട് എത്തണം.
ഇത് ഇപ്പം നമ്മൾ ചെയ്യണതും എല്ലാം നല്ലതായിരിക്കുമെന്നല്ല, നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നണതൊക്കെ തിരഞ്ഞെടുക്കുക. എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാനും ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ എല്ലാവരും സഹകരണം വേണത്. ഇതിപ്പോൾ മരിയ പാർക്കിൻ്റെ അടുത്ത് ജംഗ്ഷനാണ്. ഇവിടെയും നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലവും അല്ലെങ്കിൽ ആ ഓപ്പോസിറ്റ് സ്ഥലത്തും പോസ്റ്റ് ഉണ്ടായിരുന്നതാണ്. ഇവിടെ ഒന്നും ഇങ്ങനൊരു സാധനമേ കാണില്ല, ഈ പോസ്റ്റൊക്കെ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ് കേട്ടോ. അതൊരു അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഭയങ്കര രസകരമായ കുറേ കാര്യങ്ങൾ കിട്ടും നമുക്ക്. അത് വേറെ കാര്യം. ഈ പോസ്റ്റൊക്കെ എങ്ങനെ പോയി എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ പോയല്ലേ. ഇപ്പോൾ ഇനി കുറച്ച് നാളായി, എന്നാലും ആകെ പോയ വഴിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇത് ആര് വഴിയാണ് പോയത്, എന്തിനു വേണ്ടിയാണ് പോയതെന്നൊക്കെ അന്വേഷിച്ചാലേ അത് തീർച്ചയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിത് ഇപ്പോൾ പാലാരട്ടം ബ്രിഡ്ജിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തണേണ്. അവിടെയും ഈ പറഞ്ഞ ആ സ്റ്റാർട്ടിങ്ങിൽ, ആ വഴിയുടെ സ്റ്റാർട്ടിങ്ങിൽ, അതായത് പൈപ്പ് ലൈൻ റോഡ് പാലാരട്ടം ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തും പോസ്റ്റ് ഉണ്ടായിരുന്നതാണ്. അവിടെയും ഈ പോസ്റ്റൊന്നും കാണില്ല, എല്ലാം മിസ്സിങ് ആണ്. അപ്പോൾ ഇത് നമ്മൾ പാലാരട്ടം ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ തമ്മന സൈഡിൽ അവിടെ ആ പൈപ്പ് ലൈൻ റോഡിലൊക്കെ ഈ പോസ്റ്റുകൾ പുതിയതായി വെച്ച് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് നമ്മളന്ന് ആ വീഡിയോ വേണ്ടെന്ന് വെച്ചത്. ഇങ്ങനെ മനസ്സിൽ കിടന്ന് വെച്ചൊരു ആശയം വേണ്ടെന്ന് നോക്കാൻ കാരണം അതാണ്. അപ്പോൾ അവിടെ ചെയ്ത് നോക്കി പാലട്ടം ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് പൈപ്പ് ലൈൻ റോഡ് തമ്മന സൈഡിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവിടം വരെ എത്തിയിട്ടുണ്ട്. എന്തായാലും പോസ്റ്റ് വെച്ചത് അടുത്തൊരു ജംഗ്ഷൻ വന്നിട്ടുണ്ട്. മെഡി സ്കാനൊക്കെ കഴിഞ്ഞിട്ടൊരു ജംഗ്ഷൻ ഉണ്ട്. ജംഗ്ഷൻ്റെ പേരെനിക്കറിയില്ല. അവിടെയും ഈ പറഞ്ഞ ഇപ്പുറം അപ്പുറമായിട്ട് 2 പോസ്റ്റുകൾ വെച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഈ പറഞ്ഞാൽ നമ്മുടെ അവിടെയൊക്കെ വണ്ടി ഇടിച്ചോ അല്ലെങ്കിൽ മുറിച്ചറുത്തെടുത്താലേ പെട്ടെന്ന് അറുത്തുകൊണ്ടൊന്നും പോകാൻ പറ്റാത്ത രീതിയിൽ തന്നെയുള്ള പോസ്റ്റ് വെച്ചേക്കണം. അതിൽ സന്തോഷമുണ്ട്. ഇപ്പുറത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് സംസ്കാര ജംഗ്ഷൻ കൂടി കാണിച്ചു തരാം. ബിവറേജുള്ള ജംഗ്ഷൻ അങ്ങനെ പറയുമ്പോൾ കുറേ പേർക്ക് മനസ്സിലാവില്ല, അത് കുഴപ്പമില്ല. അപ്പോൾ ആ ജംഗ്ഷനിലും ഈ പറഞ്ഞത് ആ പോസ്റ്റ് വെച്ചിട്ടുണ്ട്. അതാണ് അതും കൂടി ഞാൻ കാണിക്കുന്നതാണ് കണ്ട. അപ്പോൾ ഇവിടം വരെയൊക്കെ ഇവിടെ അന്ന് വെച്ചത് കണ്ടിട്ടാണ് ഞാൻ ആ വീഡിയോ വേണ്ട എന്ന് ഞാൻ വെക്കാനുള്ള കാരണം ഉണ്ടായത്. കാരണം അത് വെച്ച് വന്നിട്ടുണ്ട്, ഗവൺമെൻറ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് അധികാരികൾ വെച്ച് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിനി അതിനെക്കുറിച്ച് ന്യൂസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ നേരത്തെ തോന്നുകയാണെങ്കിൽ കാര്യമില്ല എന്നോർത്ത് വിട്ടുകളഞ്ഞാൽ. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വാർത്താ ചാനലിൽ ഇതിനെക്കുറിച്ചൊക്കെ വന്നിരുന്നു. പക്ഷെ അപ്പോഴും ആ കട പണിതിട്ട് റെൻറ്റിന് കൊടുക്കണതിനെ കുറിച്ചിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ മനസ്സ് പറഞ്ഞിട്ട് അത് ഒരെണ്ണം ചെയ്തിട് എന്ന് പറഞ്ഞപ്പോൾ ഈ മനസ്സ് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ചെയ്യണം, അല്ലെങ്കിൽ അതൊരു നമുക്കും ഒരു ഉള്ളിലൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ ഇതിപ്പോൾ പാലാരവട്ടം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പാലാരട്ടം ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഇച്ചിരി ഭാഗം പൈപ്പ് ലൈൻ റോഡ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ കാണിച്ചില്ല. അവിടെ അത്രയും തിരക്കുള്ള സ്ഥലത്ത് ഒരു ഇച്ചിരി ഭാഗമേ ഉള്ളൂ, ഒരു 100 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ ആ വഴി. ഇതേ നോക്കി ഒരു വണ്ടി കൊണ്ട് നിർത്തിയേക്കുന്ന സ്റ്റൈൽ നോക്കി. ഇതൊക്കെ ഇങ്ങനെ വേണ്ട കേട്ടോ കുറേ പേര്. അത് വേറെ, അത് അതിൻ്റെ സൈഡിൽ കൂടെ നോട്ടെ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ നമ്മൾ ആ റോഡ് കാണിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ഒബ്രഹ്മാണ്ട ആ ഡയറക്ഷനിൽ പോകുമ്പോൾ ആ വഴിയുടെ ഓപ്പോസിറ്റ് സൈഡ് അവിടെയും ഈ പോസ്റ്റുകൾ വന്ന് അവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ തൃക്കാക്കര ഏരിയയിലേക്കാണ്, അല്ലെങ്കിൽ കാക്കനാട് ഏരിയയിലേക്കുള്ള പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് തൊട്ട് എനിക്കൊന്ന് സ്റ്റേഡിയം വരെ ആയിട്ടുണ്ട്. പക്ഷേ പാലത്തിൻ്റെ റൈറ്റ് സൈഡ് തൊട്ട് അങ്ങോട്ട് ആയിട്ടില്ല കണ്ട. ഇപ്പുറത്തുനിന്നേ പോസ്റ്റ് ഉണ്ട്. എന്തായാലും നോക്കാം നമുക്ക് എന്താകുമെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടങ്ങളിൽ അതായത് പാലാരവട്ടം പാലം തൊട്ട് കുസാറ്റ്, തൃക്കാക്കര കുസാറ്റ് വരെയുള്ള ഭാഗങ്ങളിൽ പോസ്റ്റ് പലയിടത്തും ഇല്ല, പലയിടത്തല്ല മിക്കയിടത്തും ഇല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ആ സ്ലാബിൻ്റെ ഇതൊക്കെ ഞാൻ കാണിച്ചെന്നില്ലേ, ആ സ്ലാബും കൂടി മാറ്റി നാട്ടുകാർ മര്യാദക്ക് പോകില്ലേ. രാത്രി ഇവിടെ എന്ത് ബ്ലോക്കാണെന്നറിയാമോ? നിങ്ങൾ ഇനി ഈ ഒരു വീഡിയോ ഉണ്ട് നോക്കി, ഇവിടുത്തെ ബ്ലോക്ക് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭയാനക ഒരു പ്രശ്നമാണിത്. കാരണം ഞാൻ ആ വീഡിയോ എടുത്ത് 2ാമത്തെ ദിവസം അതിൽ പോകുമ്പോൾ കണ്ടൊരു കാഴ്ച നോക്കി, എന്തോരം നീണ്ട നിരയാണ് നോക്കി വണ്ടികൾ. അപ്പോൾ ഇവരെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അപ്പുറത്ത് കാക്കനാട് റൂട്ടിൽ മെട്രോയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ പലരും ഈ പൈപ്പ് ലൈൻ റോഡ് ആശ്രയിച്ചാണ് പല സ്ഥലത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് ഈ സ്ലാബിൽ ഇതിരിക്കണോണ്ട് അറ്റ് എ ടൈമിൽ ഒറ്റ സൈഡിൽ നിന്നുള്ള വണ്ടിയെ പോകാൻ പറ്റില്ല, അപ്പുറത്തെ വണ്ടി പോകാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ നിർത്തി കൊടുത്താലേ അറിയാമല്ലോ, ക്ഷമയുടെ കാര്യങ്ങൾ അറിയാമല്ലോ, വണ്ടി നിർത്തി കൊടുക്കുന്നവർക്ക് എന്താ കിട്ടണമെന്ന്. പിന്നെ ബൈക്കുകാർ കുത്തിക്കയറ്റി വരുന്നത് വേറെ. അപ്പോൾ അത്രയും ബ്ലോക്കാണ്. അപ്പം ഞാൻ പറയണത് ഒന്നില്ലെങ്കിൽ ആ സ്ലാബ് ഇടിച്ച് മാറ്റിയിട്ട് നിങ്ങൾ ഈ മെട്രോയുടെ പണിയൊക്കെ നടക്കണം, ഒന്നില്ലെങ്കിൽ അവരെ ഫ്രീ ആയിട്ട് വിടുക. ഇല്ലാത്ത പക്ഷേ ആ ക്രോസ് ബാർ വെച്ചിട്ട് ഇപ്പോൾ വലിയ വണ്ടികൾ ഒഴിവാക്കി കാറുകൾ മാത്രമാണെങ്കിൽ കാറുകൾ പോകുന്ന രീതിയിലാക്കുക. അതുപോലെ ഈ പാലത്തിൻ്റെ അപ്പുറം വേസ്റ്റ് തിങ്ങി കിടക്കുന്ന ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, അത് വേറെ സൈഡ്. എന്തിനാ ഇങ്ങനെ ജനങ്ങൾ ഇവിടെ ഉള്ളവരെ ബുദ്ധിമുട്ടിക്കണം, അല്ലെങ്കിൽ അത് മാറ്റി കൊടുക്കുക. അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ചെയ്യാനിരിക്കുമ്പോഴാണ് ഈ നമ്മുടെ തമ്മന സൈഡ് സംസ്കാര ജംഗ്ഷൻ്റെ അവിടെയും മറ്റുമൊക്കെ ഇങ്ങോട്ട് നമ്മളിപ്പോൾ വീഡിയോ കണ്ടില്ലേ, അവിടെയൊക്കെ ഈ പോസ്റ്റ് വെച്ചിട്ടുണ്ടായത് വലിയ വണ്ടികൾ കയറാണ്ടിരിക്കാൻ, പൈപ്പ് ലൈൻ റോഡായത് തന്നെ. അപ്പോൾ എന്തായാലും ഭാവിയിൽ ഇങ്ങോട്ടും വെക്കേണ്ടതാണെന്ന് നമുക്കറിയാം, പക്ഷേ ഇങ്ങോട്ട് വെച്ചിട്ടില്ല. അത് പലരും പല അഭിപ്രായങ്ങൾ, ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടാണ്, ഇവിടെ കുറേ ഗോഡൗൺ ഉണ്ട്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയേണ്ടത്, എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ ഞാൻ മെയിനായിട്ടൊരു കാര്യം പറയണം, ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അത് അതിൻ്റെ അവിടെ ഇവിടെ വേറെ നിയമം വരുത്, അവിടെ ഒരു നിയമം ഇവിടെ വേറെ നിയമം വരുത്, ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ
അതേപോലെ പിന്നെ ഈ പോസ്റ്റ് വെച്ചിട്ട് 2 മാസം കഴിയുമ്പോൾ വണ്ടിക്ക് ഇടിച്ച് കളയുക, അല്ലെങ്കിൽ അത് അവിടെ ആ പോസ്റ്റ് കാണില്ല, കട്ട് ചെയ്ത് മാറ്റുക, അതൊക്കെയാണ് ഇതിന് മുന്നേ ഇവിടെ നടന്നേക്കണം. അത് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കരുത്. ഒരു സാധനം വെച്ചിട്ട് അതിന് പോലും വില കൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. അതൊക്കെ ചെയ്യണത് ഭയങ്കര ഒരു വൃത്തിയായിട്ടൊരു സ്വഭാവമാണ്. അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞാൽ ഈ പൈപ്പ് ലൈൻ റോഡിൻ്റെ ഈ സ്ഥലം കിടക്കേണ്ട റോഡിൻ്റെ സൈഡിൽ അവിടെ ഈ കടകൾ പണിതിട്ട് ആദ്യം പറഞ്ഞില്ലേ, ആ റെൻറ്റിന് കൊടുത്തേക്കുന്ന ടീമും അല്ലെങ്കിൽ സ്വന്തമായിട്ട് വർക്ക് ചെയ്യണവരും ഉണ്ട്. ഞാൻ പറയണ ഒരു ഗതിയില്ലാണ്ട് പോണവരെല്ലാം ഉദ്ദേശിക്കണം. നേരെ മറിച്ച് കയ്യിൽ കാശ് ജീവിക്കാനുള്ള വക എല്ലാം ഉണ്ടായിട്ടും ഇത് പണിത് റെൻറ്റിന് കൊടുക്കുന്ന ടീമുണ്ട്. അതെനിക്കറിയാം. അപ്പോൾ ആ റെൻറ്റിന് നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പറഞ്ഞു, നമുക്ക് വീഡിയോ എടുത്ത് ആൾക്കാരെ അറിയിക്കണം. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യണവർ എന്ത് ചെറ്റത്തിലൂടെ കാണിക്കണം, അത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. കാരണം റോഡ് സൈഡിൽ ഒരു ഷെഡ് കാണുന്നത് വെച്ചിട്ട്, ഇപ്പോൾ ഞാനൊരു ഷെഡ് ഇവിടെ പണിത് വെച്ചിട്ട് അതൊരു മാസം ഒരു 5,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ റെൻറ്റിന് കൊടുത്ത് എങ്ങനെ ഉണ്ടാവും? ആ ഒരു സംഭവമാണ് ഇവിടെ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി മുൻകൂട്ടി കാണണം. ഞാൻ ഇപ്പോഴും ഒന്നും കൂടി പറയുന്നത്, ഒരു ഗതിയില്ലാത്ത പാവങ്ങളെല്ലാം ഉദ്ദേശിക്കണം, അല്ലാണ്ട് കുറേ പേര് ചെയ്യേണ്ടാക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ അടുത്ത് ഇതിനെ കുറച്ച് വീഡിയോസ് വന്നുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യമാണ്, ഓപ്പൺ ജിമ്മുണ്ട് ഇവിടെ. ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അപ്പുറത്ത് മാമ്പള്ളിപ്പറമ്പിൻ്റെ ഭാഗത്ത്, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് പരമായിട്ട് ചെയ്തേക്കണേണ്. അപ്പുറത്ത് മാമ്പള്ളിപ്പറമ്പിൻ്റെ സൈഡിൽ, അതായത് തോപ്പിൽ ഇപ്പുറം, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്, കെനഡി മുക്ക് ജംഗ്ഷനിൽ തോപ്പിലിൻ്റെ നടുക്കായിട്ട് മാമ്പള്ളിപ്പറമ്പിൻ്റെ ഭാഗത്ത് അവിടെയുള്ളൊരു അഡ്വക്കേറ്റ് ജോർജ് ആലുങ്കിൽ, അദ്ദേഹവും അവിടെയുള്ള നാട്ടുകാരും കൂടി സഹകരിച്ചിട്ട്, അദ്ദേഹം ഒറ്റയ്ക്ക് ഇറങ്ങിയത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം നടന്നത്. ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നാട്ടുകാരും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ ഒരു നല്ലൊരു പാർക്കും ടർഫൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഇത് നിങ്ങൾക്കും കൂടി വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ എനിക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ആ പാലം കുമ്മായത്തിൽ പണിതാണെന്നൊക്കെ പറയേണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ആ നാട്ടുകാരെയൊക്കെ വെച്ചിട്ട് ചെയ്യാനിരുന്നു വെച്ച്, അതെന്തായാലും ഞാൻ പിന്നീട് വിട്ടാണ് വേണ്ടെന്ന് വെച്ചാണ്. പക്ഷേ ഇപ്പോൾ ഒരു അവസരത്തിൽ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയുകൊണ്ട് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ പാലം കുമ്മായത്തിൽ പണിതാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എനിക്കറിയാതെ ഇപ്പോഴും. അപ്പോൾ അതൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുമ്പോൾ മേളിൽ ക്യാപ്ഷൻ കൊടുക്കുക നിങ്ങളുടെ രീതിക്ക്. ഇങ്ങനൊരു സംഭവം കൂടി അവിടെ ഉണ്ട്, അതും എനിക്കറിയാവുന്നതാണെന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ.